We are asking the Home Minister whether are you ready to dealing the delimitation process along with the women reservation, number one. Number two, if you are ready to include the number of seats in each state by legislation by 50%, these two things, are you ready? मान्यवर वेणुगोपाल जी ने दो चीजें कही कि एक तो 50% आरक्षण और 50% सीटें बढ़ाई जाएगी, उसको बिल में शामिल करने के लिए ऑफिशियल अमेंडमेंट लाने के लिए तैयार हो। हाँ जी, मैं तैयार हूँ। अगर इस बिल का विरोध करने का कारण 50% लिखित में चाहिए तो 1 घंटा सदन बंद कर दिए, मैं ऑफिशियल अमेंडमेंट लेकर आता हूँ मान्यवर, मगर बिल पारित करने का वो वादा करते हैं। अब वेणुगोपाल जी बताए क्या बिल पारित करेंगे? നമുക്കറിയാം പതിറ്റാണ്ടുകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ വനിതാ സംവരണ ബില്ല്. ഈ ഒരു സംവരണത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയ കാലത്ത് 20% എൻ്റെ ഓർമ്മ തുടങ്ങിയത്. പിന്നീട് അത് 30ആയി, 33ആയി. എനിക്ക് ചോദിക്കാൻ ഒരൊറ്റ ചോദ്യമുള്ളൂ, ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ചോദിക്കുന്നതാണ്, ഈ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് 50% ആയിക്കൂടാ? സ്ത്രീകൾക്ക് 33% അല്ല 50% അനുഭവിക്കണമെന്ന് പറഞ്ഞപ്പോൾ അമിത്ഷാ പറഞ്ഞല്ലോ 1 മണിക്കൂർ സഭ നിർത്തിവെച്ചാൽ ഞാനത് തയ്യാറാക്കാമെന്ന്. എന്ത് സമ്മതിച്ചില്ല? ഇന്ത്യ മഹാരാജ്യം ഭരിച്ച ഏറ്റവും ശക്തിയായ ഒരു വനിതയായിരുന്നില്ലേ ഇന്ദിരാഗാന്ധി? അവരൊരു സ്ത്രീ ആയിരുന്നില്ലേ? അതേ ഇന്ദിരാഗാന്ധിയുടെ പിന്മുറക്കാരെ തന്നെ ഈ ബില്ല് തടഞ്ഞത് വളരെ മോശമായില്ലേ? കൃഷ്ണൻ, രാജ്യത്തെ എല്ലാ സ്ത്രീകളോടും മാപ്പ് ചോദിക്കുന്ന പ്രധാനമന്ത്രി ബില്ല് പാസ്സാക്കാത്തതിന് രാജ്യത്തെ എല്ലാ സഹോദരിമാരോടും മാപ്പ് ചോദിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. രാജ്യ താൽപര്യം തടഞ്ഞ പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിക്കുന്ന ഓരോന്നായി എടുത്തു പറയുന്ന അരമണിക്കൂർ നീണ്ട അഭിസംബോധന. आज मैं एक बेहद महत्वपूर्ण विषय पर, विशेषकर देश की माताओं, बहनों और बेटियों से बात करने के लिए आया। आज भारत का हर नागरिक देख रहा है कि कैसे भारत की नारी शक्ति की उड़ान को रोक दिया गया, उनके सपनों को बेरहमी से कुचल दिया गया। हमारे भरसक प्रयास के बावजूद हम सफल नहीं हो पाए। नारी शक्ति बंधन अधिनियम में संशोधन नहीं हो पाया और मैं इसके लिए सभी माताओं, बहनों, उनसे मैं क्षमा प्रार्थी हूँ. ശരിയാണ്. ഇതിന് മുൻപ് ഇതുപോലെ തന്നെ ഈ ഇന്ത്യയിലെ സ്ത്രീകളോട്, ഇന്ത്യയിലെ വനിതകളോട് പ്രധാനമന്ത്രി മാപ്പ് ചോദിച്ചൊരു സന്ദർഭം ഞാൻ ഓർക്കുകയാണത്. സുജാ പാർവതിക്കും അറിയാം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആ ഘട്ടമാണ്. അതിന് മുൻപാണ് ഇങ്ങനെ വന്ന് ഒരു മുന്നറിയിപ്പ് നൽകിയത്. അതിനുശേഷം പിന്നീട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ട് തന്നെ വലിയ ആക്രമണത്തിലേക്ക് ഇന്ത്യ പോവുകയും ചെയ്തു വിജയകരമായി. എന്തായാലും അതിനോട് താരതമ്യം ചെയ്യുന്നില്ല ഇത്. പക്ഷെ അപ്പോഴും ഇവിടെ ഒരു ഓപ്പറേഷൻ സിന്ദൂർ അല്ലെങ്കിൽ മറ്റൊരു ഓപ്പറേഷൻ, ഒരു സർജിക്കൽ സ്ട്രൈക്ക് അങ്ങ് മുൻകൂട്ടി കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ യുദ്ധം അത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് തന്നെ മോദി ഉന്നയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അന്നത്തേതുപോലെ തന്നെ അദ്ദേഹം ഇന്നും സ്ത്രീകളോട് മാപ്പ് ചോദിച്ചിരിക്കുന്നത്, ക്ഷമ ചോദിച്ചിരിക്കുന്നത്. പക്ഷേ അതുപോലെ ചോദിക്കുന്നതിനൊപ്പം തന്നെ പറയുന്നുണ്ട് സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തിയ പ്രതിപക്ഷം. അപ്പോൾ അത് ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രൈക്ക് തന്നെയാണ്, പ്രത്യേകിച്ചും പശ്ചിമ ബംഗാൾ, അസം, തമിഴ്നാട്. തീർച്ചയായിട്ടും അതെ. മാത്രമല്ല പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാം ഒരു മുന്നറിയിപ്പിന്റെ സ്വഭാവത്തോടെ മോദി പരോക്ഷമായ സന്ദേശം നൽകുന്നു. ഇതൊക്കെ കണ്ടും കേട്ടിട്ടും നിഷ്പക്ഷമായിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. കാരണം നമുക്ക് തെറ്റുപറ്റാം. നമ്മുടെ വിഷയം തെറ്റാണെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ അംഗീകരിക്കാം. ഇത്രയും കാലത്തെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയാൻ പറ്റും, ഈ ബില്ല് തടസ്സപ്പെട്ടത് കൂടിയിട്ട് മുന്നോട്ട് വരാൻ പോകുന്നത് ഇതിലും വലിയ കാര്യങ്ങളായിരിക്കാം. അന്ന് ഈ തടഞ്ഞവരെ കടന്ന് കരയാതിരുന്നാൽ നല്ലത്. കണ്ടറിയണം കോശി നിന്റെ കാര്യം എന്ന് പറഞ്ഞ പോലെ.